നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം വരന്തരപ്പള്ളി റോഡിന് വീണ്ടും പൈപ്പ് പൊട്ടൽ ഭീഷണി. പെട്രോൾ പമ്പിന് സമീപം പൈപ്പ് പൊട്ടിയതോടെ വെള്ളം പാഴാകുന്നതും റോഡ് തകരുന്നതും ഭീഷണിയായി. പുതുക്കാട് പഞ്ചായത്തിലെ വിജ്ഞാനോത്സവം ചെങ്ങന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ജിഷയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളിക്കുളങ്ങര കൊടകര യൂണിറ്റുകളുടെ കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 169ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. ഒരു ഇടവേളയ്ക്കു ശേഷം വരന്തരപ്പള്ളി റോഡിന് വീണ്ടും പൈപ്പ് പൊട്ടൽ ഭീഷണി. പെട്രോൾ പമ്പിന് സമീപം പൈപ്പ് പൊട്ടിയതോടെ വെള്ളം പാഴാകുന്നതും റോഡ് തകരുന്നതും ഭീഷണിയായി. പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡ് ഈയിടെയാണ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. കാലപ്പഴക്കമുള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാതെ റോഡ് ടാർ ചെയ്തതാണ് വീണ്ടും പൈപ്പ് പൊട്ടാൻ കാരണമെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. പൈപ്പ് പൊട്ടൽ പരിഹരിച്ച് റോഡ് അറ്റകുറ്റപ്പണികളും ഉടൻ പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം ചെങ്ങന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ ജിഷയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ ചർച്ചയാക്കുന്നതിനൊപ്പം കുട്ടികളുടെ സിലബസ് കേന്ദ്രീകരിച്ച ശാസ്ത്രീയ പരീക്ഷണങ്ങളും കൂട്ടായ വിലയിരുത്തലുകളുമായാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുമായി LP, UP, HS വിഭാഗത്തിലെ 105 കുട്ടികൾ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തും പുതുക്കാട് ഗ്രാമപഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വിജ്ഞാനോത്സവത്തിന് സംഘാടക സമിതി ജനറൽ കൺവീനർ ദിവ്യ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ KK അനീഷ് കുമാർ, TR രാജേഷ്, ജോൺ C അമൽജൻ എന്നിവർ പ്രസംഗിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. എല്ലാ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളിക്കുളങ്ങര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡാനി സാബു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സംഗീത സുമേഷ്, ട്രഷറർ പുഷ്കരൻ, ഏരിയ സെക്രട്ടറി അനിത റോയ്, ഏരിയ പ്രസിഡന്റ് PR ഷാജൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ ഇന്നോളം പ്രവർത്തിച്ചു വരുന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 1981 രൂപം കൊണ്ട നമ്മുടെ സംഘടന ഇന്ന് 45ാം പിറന്നാളിന്റെ നിറവിൽ നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളോട് പറയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 67,982 മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ SDകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ SDകളും നന്നായി തന്നെ തുറന്നു പോകുന്നു. അംഗത്വം കുറച്ച് കുറവാണെങ്കിലും ആൾക്കാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നതായിട്ടാണ് അറിവ് കിട്ടുന്നത്. അപ്പൊ കൂടുതൽ ഒന്നുകൂടി എല്ലാവരും സഹകരിക്കുന്നു. അതുപോലെ പുതിയ മെമ്പർമാരെ നമ്മൾ ചേർക്കുകയും ചെയ്യും. നമ്മിൽ നിന്നും വേർപെട്ടു പോയ ശ്രീ മാനിക്കുട്ടൻ ചേട്ടൻ, MD രാഘവൻ, MD അബു, MA ശിവശങ്കരൻ, K ബാപ്പു, P നാരായണൻ നായർ, K ഭാർഗവൻ, GP കുഞ്ഞിരാമൻ, PD രാഘവൻ, ബാലസുബ്രഹ്മണ്യൻ, KN. AKTA കൊടകര യൂണിറ്റ് കൺവെൻഷൻ മനക്കുളങ്ങരയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജിമ ധനേഷ് അധ്യക്ഷയായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി ഇന്ദു, ട്രഷറർ ജിജിഷ, സെക്രട്ടറി അനിത റോയ്, ഏരിയ പ്രസിഡന്റ് PR ഷാജൻ എന്നിവർ പ്രസംഗിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുന്നതിന് താലൂക്ക് തലത്തിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു.
കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 169ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 56 പേർ പങ്കെടുത്തു. ഡോക്ടർ ആൻഡ്രോസ്, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, MR ആംസൺ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, പ്രിൻസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിൽ തൃശൂർ ജില്ലാ പരിധിയിലെ വ്യക്തികൾ ലൈസൻസുള്ള ആയുധം കൈവശം വയ്ക്കുന്നതും കൊണ്ടു നടക്കുന്നതും നിരോധിച്ചുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിറക്കി. ആരെങ്കിലും ആയുധം കൈവശം വെച്ചാൽ CRPC ചട്ടം 1973 സെക്ഷൻ 144 പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് നടപടികൾ സ്വീകരിക്കും. തോക്ക് ഉപയോഗിച്ച് കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ദേശീയ റൈഫിൾസ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കായിക താരങ്ങൾക്കും നിയമപ്രകാരവും ആചാരപ്രകാരവും ആയുധങ്ങൾ പ്രദർശിപ്പിക്കാൻ അവകാശമുള്ള സമുദായങ്ങൾക്കും വിലക്ക് ബാധകമായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെയാണ് നിരോധനം. ആമ്പല്ലൂർ മുതൽ വെണ്ടൂർ വരെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയും സ്കൂൾ കുട്ടികൾക്കും ESIയിലേക്ക് എത്തുന്ന രോഗികൾക്കും ഭീഷണിയാവുകയും ചെയ്ത യുവാവിനെ തൃശൂർ പടിഞ്ഞാറേക്കോട്ട ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പൊതുജനങ്ങളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളിയുടെ നേതൃത്വത്തിലാണ് യുവാവിനെ പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് പ്രദേശത്തു നിന്നും മാറ്റിയത്. തമിഴ്നാട് സേലം സ്വദേശി ചിന്നദുരൈയാണ് പുതുക്കാട് പോലീസ് ചാലക്കുടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഈ മാസം 26 വരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാൾ കുട്ടികളെ ഉപദ്രവിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് അംഗം സനൽ ഇടപെട്ട് പുതുക്കാട് പോലീസിന്റെ സഹായം തേടിയത്. പൊതുപ്രവർത്തകരെത്തി മുടിവെട്ടി കുളിപ്പിച്ച് പുത്തൻ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകിയാണ് ചിന്നദുരൈയെ യാത്രയാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആൽബിൻ സ്റ്റാൻലിൻ, സിജോ മഞ്ഞളി, ഡാനി കല്ലൂക്കാരൻ, ഷൈൻ ഷാജു എന്നിവരും ചിന്നദുരൈയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനായി എത്തിയിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 2.3 ലിറ്റർ ചാരായവുമായി മധ്യവയസ്കൻ പിടിയിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശി തെങ്ങിൽ വീട്ടിൽ 55 വയസ്സുള്ള റെജിയെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാവിലെയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും ചാരായം പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ, SI N പ്രദീപ്, പ്രൊബേഷൻ SI വിഷ്ണു, GSIമാരായ സുധീഷ്, ജോബി, ധനലക്ഷ്മി, SCPOമാരായ ബിജു, അരുൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഡിൽ 2 താമസിക്കുന്ന കുഞ്ഞപ്പള്ളി ലക്ഷ്മി നാരായണനും ഭാര്യ ശ്രീജയും വർണ്ണ നൂലുകളിൽ ജീവിതം നെയ്തെടുക്കുകയാണ്. ജന്മനാലുള്ള ശാരീരിക പരിമിതികളുമായാണ് ലക്ഷ്മി നാരായണന്റെ ജീവിതം. കൈത്തൊഴിലായി പഠിച്ചെടുത്ത സ്വർണ്ണപ്പണിയുമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ശാരീരിക പരിമിതികളുള്ള പട്ടാമ്പി സ്വദേശിനിയായ ശ്രീജ ജീവിതസഖിയായി എത്തിയതോടെ ലക്ഷ്മി നാരായണന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ സ്ട്രോക്ക് മൂലം ലക്ഷ്മി നാരായണന്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നുപോയത് ഈ ദമ്പതികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി. സ്വർണ്ണപ്പണി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ കരകൗശല നിർമ്മാണ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. പതിയെ 2 പേരും വർണ്ണ നൂലുകളും മുത്തുകളും ഉപയോഗിച്ച് നെറ്റിപ്പട്ടം, ആലവട്ടം, തിടമ്പ് എന്നിവയിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ നിർമ്മിക്കുന്ന കല സ്വായത്തമാക്കി. സ്വർണ്ണാഭരണ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കരകൗശല നിർമ്മാണത്തിലും ഉപയോഗപ്പെടുത്തിയതോടെ മനോഹരമായ രൂപങ്ങൾ മെനഞ്ഞെടുക്കാൻ ഇവർക്കായി. അലങ്കാര വസ്തുക്കൾ മാത്രമല്ല, വാഹനങ്ങളിലും വീടിൻ്റെ വാതിൽപ്പടിയിലും സ്ഥാപിക്കാവുന്ന ചെറിയ രൂപങ്ങളും ഇവർ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ ശാരീരിക പരിമിതികൾ ഒരു തടസ്സമല്ലെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇരുവരും. തുടക്കത്തിൽ ഒരുപാട് സമയമെടുത്താണ് ഓരോന്നും നിർമ്മിക്കുന്നത്. ഇനി ഈ സംരംഭം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ജീവിതം കൊടുത്ത വലിയ തിരിച്ചടികളിൽ വീണുപോയെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് ലക്ഷ്മി നാരായണനും ഭാര്യ ശ്രീജയും. എനിക്ക് 2020 സ്ട്രോക്ക് വന്ന് ഇടത്തെ സൈഡ് കയ്യും കാലും തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നെറ്റിപ്പട്ടവും ആലവട്ടം ഇതുണ്ടാക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. 3 ദിവസത്തെ. അതിൽ നിന്നും കുറച്ച് പഠിച്ച് ഞാൻ ഇപ്പോൾ വീട്ടിൽ നോക്കുകയാണ്. നെറ്റിപ്പട്ടങ്ങളും ആലവട്ടങ്ങളും തിടമ്പും ഞാൻ
വീട്ടിൽ നിർമ്മിക്കുന്നുണ്ട്. ആവശ്യപ്രകാരം ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് ലക്ഷ്മി നാരായണൻ ചേട്ടനും ശ്രീജ ചേച്ചിയും. ഉപജീവനമാർഗമായിരുന്ന സ്വർണ്ണപ്പണി ചെയ്യാനാകാത്ത വിധം രോഗം തൻ്റെ ശരീരത്തെ തളർത്തിക്കളഞ്ഞപ്പോൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ ആ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് ഇരുവരും ചേർന്ന്. ഇവരുടെ ഈ സംരംഭത്തിന് നമ്മുടെ പിന്തുണ ആവശ്യമാണ്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നവംബർ 16 മുതൽ 23 വരെ നടക്കും. കൂനമ്പള്ളി ശ്രീരാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 16 വൈകിട്ട് 6:30 അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. 23 മഹാപ്രസാദ ഊട്ടുണ്ടായിരിക്കും. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കും. താമരശ്ശേരി വിനോദ് പണിക്കർ, അരീക്കുളങ്ങര സുരേഷ് പണിക്കർ, ചൂണ്ടൽ വിഷ്ണുദാസ് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ +2 സ്റ്റുഡൻസ് ഫെസ്റ്റ് ഇതിഹാസ് സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റേഡിയോ ജോക്കിയുമായ RJ പോൾസി ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 700 വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. ദേവമാത CMI പബ്ലിക് സ്കൂൾ തൃശൂർ ഓവറോൾ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, ഡീൻ ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ VJ തോമസ്, പ്രോഗ്രാം കൺവീനർ ആശ സുധീഷ്, സ്റ്റുഡൻസ് കൗൺസിൽ ചെയർമാൻ ആദിത് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. നാഗമ്പടം കെൽട്രോൺ നോളജ് സെൻറ്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടാതെ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിപ്ലോമ ഇൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആൻഡ് വിർച്വൽ റിയാലിറ്റി കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. +2 ആണ് അടിസ്ഥാന യോഗ്യത. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 6282841772. അടുത്ത നമ്പർ 8590118698. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. കല്ലൂർ സ്കൂൾ മൂലയ്ക്ക് സമീപം കോപ്പക്കാട്ടിൽ കാർത്തികേയൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു ഇടവേളയ്ക്ക് ശേഷം വരന്തരപ്പള്ളി റോഡിന് വീണ്ടും പൈപ്പ് പൊട്ടൽ ഭീഷണി. പെട്രോൾ പമ്പിന് സമീപം പൈപ്പ് പൊട്ടിയതോടെ വെള്ളം പാഴാകുന്നതും റോഡ് തകരുന്നതും ഭീഷണിയായി. പുതുക്കാട് പഞ്ചായത്തിലെ വിജ്ഞാനോത്സവം ചെങ്ങന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ജിഷയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളിക്കുളങ്ങര കൊടകര യൂണിറ്റുകളുടെ കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 169ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.